ഹലോ. ഇതെൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ആദ്യം എന്നെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അമീലിയ എന്നാണ്. കറൻ്റ്ലി ഞാനിപ്പോൾ ജർമ്മനിയിലാണുള്ളത്. ഞാൻ വന്നിട്ട് ഇവിടെ ഒരു ഏകദേശം ഒരു 5 മാസം ആവുന്നു. ഓക്കെ. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീസെൻ്റായിട്ട് കുറച്ച് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് യൂട്യൂബിൽ ഞാൻ ഇതുവരെ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടില്ല. അപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി മെസ്സേജ് വന്നു, ഞാൻ എങ്ങനെയാണ് ജർമ്മൻ ലാംഗ്വേജ് പാസ്സായത്, എങ്ങനെയാണ് ഞാൻ ജർമ്മനിയിൽ എത്തിയത്, ജർമ്മനിയിൽ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം എനിക്ക് തോന്നി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഷോർട്ടായിട്ടല്ലേ ഇടുന്നത്. അപ്പം യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ ഈ ജർമ്മൻ പഠിക്കുന്ന പിള്ളേർക്കും അതേപോലെ ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന നേഴ്സസിനും സ്റ്റുഡൻസിനൊക്കെ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ജർമ്മൻ പഠിക്കുന്ന സ്റ്റുഡൻസ് അതേപോലെ ജർമ്മനിക്ക് വരാനിരിക്കുന്ന നഴ്സസ് ഇവർക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് കൊടുക്കാനും, അതേപോലെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഇവിടുത്തെ റിയാലിറ്റീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. അതേപോലെ പേഴ്സണലി മെസ്സേജ് അയക്കുവാണെങ്കിൽ അങ്ങനെ അയക്കാം എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ. അപ്പോൾ ഒത്തിരി മെസ്സേജ് അയക്കുമ്പം എനിക്കത് മെസ്സേജ് താഴെ ആയിപ്പോവും. എനിക്ക് മുകളിലോട്ട് നോക്കാൻ പറ്റത്തില്ലല്ലോ, സോറി, താഴെ ആയിപ്പോവും. അപ്പം നിങ്ങൾ അഥവാ ഞാൻ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് ഇടുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ജർമ്മൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതെന്നുള്ളതാണ്. അതൊരു വലിയ കഥയാണ്, ഞാൻ പറഞ്ഞുതരാം. അപ്പം ജർമ്മൻ പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ജർമ്മൻ പഠിക്കാനിരിക്കുന്നവർക്കും ചിലപ്പോൾ അറിയായിരിക്കും ജർമ്മൻ ലാംഗ്വേജിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. കാരണം നമ്മുടെ മുട്ടർസ്പ്രാഹയല്ലല്ലേ അത്. നമ്മൾ ഇംഗ്ലീഷ് നമ്മൾ 1ാം ക്ലാസ് തൊട്ട് ഇത്രയും കാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കില്ല. 1ാം ക്ലാസ് തൊട്ട് അതിന് മുന്നേ തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ചെറിയൊരു നമ്മളിപ്പോഴും കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് ആണോ, അല്ലല്ലോ. അപ്പം നമ്മൾ ഒരു ലാംഗ്വേജ് പഠിച്ച് ആ ലാംഗ്വേജിൻ്റെ ABCD പഠിച്ച് അതിൻ്റെ ഒന്നിൽ തുടങ്ങണം അല്ലേ. ഒന്നിൽ തുടങ്ങി നിങ്ങൾക്കറിയാമോ ഏത് ലെവൽ വരെ എത്തണം, P2 ലെവൽ വരെ എത്തണം, എന്നാലേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ഡിഫിക്കൽറ്റി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ബട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ നഴ്സിംഗ് പഠിക്കുന്ന പോലെയോ അതോ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് പഠിച്ച് കാണാപ്പാഠം പഠിച്ച് അത് എഴുതി പാസ്സാവുന്നതോ അല്ല. ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഒരു സ്കില്ലാണ്. നമുക്ക് എങ്ങനെയാണ് മലയാളം പഠിക്കാനുള്ള സ്കില്ല് കിട്ടിയത്? അത് നമ്മൾ ചെറുപ്പത്തിലെ പ്രാക്ടീസ് ചെയ്തിട്ടല്ലേ, ചെറുപ്പത്തിലെ എഴുതി പഠിച്ചു, അതേപോലെ സ്പീക്ക് ചെയ്ത് പഠിച്ചു അല്ലേ നമ്മൾ മലയാളം പഠിച്ചത്. ഇപ്പോഴും നമ്മൾക്ക് നിൽക്കണ്ട, ഇപ്പോഴും നമ്മൾ മലയാളം പറയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ തെറ്റുകൾ വരാറില്ലേ. അപ്പം നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഒരു വേറൊരു ലാംഗ്വേജ് പഠിക്കുമ്പം അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി എന്തായിരിക്കും എന്ന് ഓർത്ത് നോക്കിയേ. അപ്പം ഈ ലാംഗ്വേജ് പഠിക്കുന്നവരെ ശരിക്കും സമ്മതിക്കണം. ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുമല്ലേ, അപ്പോൾ അവരെ ശരിക്കും സമ്മതിക്കണം. കാരണം അതിന് അത്ര ഒരു എഫേർട്ട് ഇടണം, അതിന് അത്ര ഒരു എബിലിറ്റി വേണം ഈ സ്കില്ല് ഉണ്ടാക്കിക്കൊണ്ട് വരാനുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ എക്സാം എങ്ങനെയാണ് ക്ലിയർ ചെയ്തതെന്നുള്ളതാണ്. ഞാൻ 4 മൊഡ്യൂളും ഒന്നിച്ചാണ് എഴുതിയത്. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല സ്കോറോടെ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്പീക്കിംഗ് മൊഡ്യൂള് പ്രിപ്പയർ ചെയ്തതെന്നുള്ളതാണ് കേട്ടോ. ഞാൻ ഓരോ മൊഡ്യൂളും ഓരോ സീരീസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു, കാരണം ഒത്തിരി ലോങ് ആയിട്ട് പോകുമല്ലോ. ഓക്കെ. ഫസ്റ്റത്തെ ഞാൻ പറയുന്നത് ഞാൻ ഏതൊക്കെ ബ്യൂഷർ വെച്ചിട്ടാണ് എൻ്റെ പ്രൂഫ് ഫോർബ്രൈറ്റിംഗ് ചെയ്തതെന്നുള്ളതാണ്. ഇനി ഞാൻ പറയുന്നത് ഞാൻ ഏതൊക്കെ ബ്യൂഷർ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ എക്സാം ഫോർബ്രൈറ്റൻ ചെയ്തതെന്നുള്ളതാണ് കേട്ടോ. ഫസ്റ്റത്തത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഒന്ന് പ്രൊജക്റ്റ് നോയ് എന്ന് പറയുന്ന ബുക്ക്, രണ്ടാമത്തത് വെർക്സ്റ്റാറ്റ് ബേസ്വൈ എന്ന് പറഞ്ഞൊരു ബുക്ക്, പിന്നെ മൂന്നാമത്തത് ടിപ്സ് und യൂബുങ്കൻ എന്ന് പറയുന്നൊരു ബുക്ക്. അത് എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ടിപ്സ് und യൂബുങ്കൻ എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. പിന്നെ നാലാമത്തെ ഒരു ബുക്ക് എന്ന് പറയുന്നത് മിത്ത് എർഫോൾക്സും ബേസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കുണ്ട്. ഈ 4 ബുക്കാണ് ഞാൻ എൻ്റെ ഫോർബ്രൈറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ സ്പീക്കിങ്ങിൻ്റെ കാര്യം പറയാം. എൻ്റെ എക്സാമിന് 2 മാസം മുന്നെയാണ് ഞാൻ അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇടാൻ തുടങ്ങിയത്. B2 എക്സാമിന് ഒരു 2 മാസം മുന്നേ. അപ്പോൾ ഈ 2 മാസം മുന്നേ ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം തേമാസം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആയിരിക്കും തേമാസം. അപ്പം എനിക്ക് തോന്നുന്നു എനിക്കൊരു 160-200 തേമാസെങ്കിലും എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കംപ്ലീറ്റ്ലി ഒരു ലിസ്റ്റാക്കി, അതേപോലെ ഡിസ്കസിയോണിൻ്റെ തേമയില്ല അതും ഞാൻ കംപ്ലീറ്റ്ലി ഒരു ലിസ്റ്റാക്കി എഴുതിയിട്ടുണ്ടായിരുന്നു.
സോ കറക്റ്റ് 2 മാസം ഞാൻ കറക്റ്റ് ഒരു പ്ലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു 4-5 തേമ, അതേപോലെ ഒരു 2-3 ഡിസ്കഷൻ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത്. അതെങ്ങനെ പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണാപ്പാഠം പഠിക്കുമല്ലോ ഇത്. ദയവ് ഇത് നിങ്ങളൊരു കാര്യം ഓർക്കണം, തേമാസ് കാണാപ്പാഠം പഠിച്ച് ജസ്റ്റ് പ്രസൻറ്റ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല, നിങ്ങൾ എക്സാമിന് പാസ്സാവില്ല. ഓക്കെ, സോ അവിടെ നിങ്ങളുടെ ഇവാലുവേറ്റർ, നിങ്ങളെ പ്രൂഫർ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഔസ്പ്രാഹം എങ്ങനെയുണ്ട്, അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടൻ്റാണ് അവിടെ ശരിക്കും വാല്യൂ ചെയ്യുന്നത് കേട്ടോ. സോ നിങ്ങൾക്കൊരു തേമ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ എന്താണ് ഫോറിൻ അനാഫ്റ്റയിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത് അതാണ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അവർക്ക് വേണ്ടത് സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായവും അതേപോലെ സ്വന്തമായിട്ടുള്ള ഒരു ചിന്താഗതിയും എങ്ങനെയാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ് അവർ നോക്കുന്നത്. സോ എവിടുന്നെങ്കിലും കിട്ടുന്ന തേമാസ് കാണാപ്പാഠം പഠിച്ചിട്ട് പ്രസൻറ്റ് ചെയ്താൽ നമ്മൾ പാസ്സാകത്തില്ല. ഇതാണ് മെയിനായിട്ടുള്ള പ്രശ്നം സ്പീക്കിംഗ് പാസ്സാവാത്തതിൻ്റെ. സോ നിങ്ങൾ തേമാസൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം ഓക്കെ നല്ലതാണ്, തേമാസൊക്കെ കളക്ട് ചെയ്ത് ഡിസ്കഷനൊക്കെ കളക്ട് ചെയ്തിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ബട്ട് പ്രാക്ടീസ് ചെയ്യുമ്പം നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാം, നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാതെ വേറെ എവിടെന്നെങ്കിലും കിട്ടുന്ന തേമാസം മനപ്പാഠം പഠിച്ചിട്ട് പറയുകയല്ല ചെയ്യേണ്ടത്. അത് ഒന്നാമത്തെ കാര്യം. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു തേമ കിട്ടുവാണ്, സ്പോട്ട് ഡ്രൈവൻ എന്നുള്ള തേമ കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത്, യോഗ്ലിഷ് കൈറ്റിനായിട്ട് എന്താ വരുന്നത്, നിങ്ങളത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് വരുന്നത്, അതാണ് നിങ്ങൾ പറയേണ്ടതും സ്പീക്ക് ചെയ്യേണ്ടതും. ഓക്കെ, അതല്ലാതെ നമുക്ക് വേറെ ഒരു സ്ഥലത്തു നിന്ന് എടുത്ത കാണാപ്പാഠം പഠിച്ച സാധനങ്ങളൊന്നും അവർക്ക് വേണ്ട. അതുകൊണ്ടാണ് കുറേ പിള്ളേരൊക്കെ ഫെയിലായി പോകുന്നത്. അപ്പം നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ തേമാസൊക്കെ കളക്ട് ചെയ്യുമായിരുന്നേ. കളക്ട് ചെയ്തിട്ട് ഞാൻ എന്നാ ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം ഒരു 3-4 തേമ വെച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞു സ്പീക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് പാർട്ട്ണറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം എനിക്ക് പാർട്ട്ണർ അത്ര എഫക്റ്റീവായിട്ട്, എൻ്റെ പാർട്ട്ണറൊന്നും അല്ല കേട്ടോ, എനിക്ക് പാർട്ട്ണർഷിപ്പുമായിട്ട് എനിക്ക് പാർട്ട്ണർ വെച്ചിട്ട് എനിക്കൊരാളുടെ കൂടെ സ്പീക്ക് ചെയ്യുമ്പോൾ അത്ര കോൺഫിഡൻസ് കിട്ടാത്ത പോലെ തോന്നാറുണ്ട്. അതേപോലെ ഒറ്റയ്ക്കായിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഒരു തേമ എടുക്കും, ആ തേമയ്ക്ക് ഞാൻ ചിന്തിക്കും എന്താണ് എൻ്റെ മനസ്സിൽ വരുന്ന ഇൻട്രൊഡക്ഷൻ എന്താണ്, എൻ്റെ മനസ്സിൽ വരുന്ന യോഗ്ലിഷ് കൈറ്റിൻ എന്താണ്, അതിൻ്റെ ഫോറും ആഫ്റ്ററിൽ എന്താണ് എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ട് ജസ്റ്റ് ഞാൻ പ്രസൻറ്റ് ചെയ്യും. ഒരു മിററിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞ ബുക്സ് ഉണ്ടല്ലോ, ആ ബുക്സിനകത്ത് നമുക്ക് സ്പീക്കിങ്ങിൻ്റെ തേമാസും കാര്യങ്ങളൊക്കെ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അത് ഞാൻ എന്തായാലും 2 വെച്ച് ചെയ്യുമായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഞാൻ സ്പീക്കിംഗ് ഞാൻ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, നമുക്ക് എല്ലാ ദിവസവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ A1 തൊട്ട് B2 വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിട്ട് എൻ്റെ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം A1, A2, B1, B2 നമ്മൾ ഒത്തിരി വേർഡ് സെറ്റ്സ് പഠിക്കുന്നുണ്ട് അല്ലേ. ഒത്തിരി വേർഡ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പഠിക്കുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടുമാണ് അല്ലേ അത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഓരോ വേർഡ് സെറ്റ്സ് പഠിക്കുമ്പോഴും അത് വെച്ചിട്ട് ഞാൻ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് സ്പീക്ക് ചെയ്യാറുണ്ടായിരുന്നു. അതുമാത്രമല്ല ആ വേർഡിൻ്റെ മീനിങ് ജർമ്മനിൽ പറയാൻ ശ്രമിക്കുമായിരുന്നു. ഓക്കെ, അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഞാൻ B2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രിപ്പറേഷനിൽ ഇൻക്ലൂഡ് ചെയ്ത ഒരു കാര്യമാണ്, എല്ലാ ദിവസവും ഞാനൊരു പോഡ്കാസ്റ്റ് കേട്ടിട്ട് അത് മോസ്റ്റ്ലി രാവിലെ ആയിരിക്കും, ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക കേട്ടോ. കേട്ടിട്ട് അത് തന്നെ അതിനകത്ത് എന്താണോ ഞാൻ കേട്ടത്, ഞാൻ എന്താണോ മനസ്സിലാക്കിയത്, അത് ഞാൻ ജർമ്മനിൽ തന്നെ സ്പീക്ക് ചെയ്യാൻ ശ്രമിക്കും. എന്താ നമ്മുടെ മൈൻഡിൽ എന്താണോ നമ്മൾ ചിന്ത നമ്മൾ പുറത്തേക്ക് പറയണം അല്ലേ. സോ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു. യൂട്യൂബിലൊക്കെ ഒത്തിരി പോഡ്കാസ്റ്റൊക്കെ ഉണ്ടല്ലോ. ഇത്രയൊക്കെ ചെയ്താൽ മതി, എന്തായാലും പാസ്സാവും. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്പീക്കിങ്ങിൻ്റെ മുടിയുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. എനിക്ക് എന്നെക്കൊണ്ട് അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല, ബട്ട് ഞാൻ പറഞ്ഞുതരാം എന്നെക്കൊണ്ട് അറിയാവുന്നതുപോലെ
ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. കാരണം എനിക്കറിയാം എത്ര ബുദ്ധിമുട്ടാണ് ഒരു എക്സാം ക്ലിയർ ചെയ്ത് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കറിയാം. ഞാൻ ആ വഴി കൂടെ കടന്നു വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് അത്ര പോലും ഹോപ്പില്ലായിരുന്നു ഞാൻ പാസ്സാവും എന്നുള്ളൊരു. കാരണം എല്ലാവരും പറയും പാസ്സാവത്തില്ല. ഫസ്റ്റ് അറ്റംപ്റ്റിലൊന്നും ഒരിക്കലും പാസ്സാവില്ല എല്ലാവരും പറയും. ബട്ട് അങ്ങനെയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ നല്ലപോലെ എഫേർട്ട് ഇടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും പാസ്സായിരിക്കും, ഉറപ്പാണ്. നിങ്ങൾ നല്ലപോലെ പഠിക്കുന്നുണ്ട്, അത് നിങ്ങൾ അതിന് വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട്, അതിനു വേണ്ടി നിങ്ങളുടെ സമയം ചിലവഴിക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് 100% ആയിരിക്കണം കേട്ടോ. താൻ പാതി ദൈവം പാതി. 50-50 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ രക്ഷപ്പെടത്തില്ല. ഒരു 100% എത്രയാണോ 100% എഫേർട്ട് ഇടണം. എന്നാൽ എന്തായാലും നിങ്ങൾ പാസ്സാവും, ഉറപ്പുള്ള കാര്യമോ, എന്തായാലും പാസ്സാവും. ഓക്കെ, അപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു ടെൻഷൻ അടിക്കണ്ട. ആ ഒരു എനിക്ക് എന്തായാലും മനസ്സിലാവും. കാരണം എക്സാമിന് മുന്നത്തെയൊക്കെ ഉള്ളൊരു സമയത്ത് ഭയങ്കര ടെൻഷനായിരിക്കും. പാസ്സാവോ എന്നുള്ള ഒരു പേടി. ഇത് ഞാൻ എപ്പോൾ പഠിച്ച് തീരും, ഇത് ഞാൻ എന്താ പറയും, അവിടെ ചെന്നിട്ട് എങ്ങനെയായിരിക്കും എക്സാമിന് എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതൊന്നും വേണ്ട, ജസ്റ്റ് കോൺഫിഡൻ്റ് ആയിട്ട് സ്പീക്ക് ചെയ്യാം. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ സ്പീക്കിംഗ് എക്സാമിന് പ്രിപ്പയർ ചെയ്തത് കേട്ടോ. സോ നിങ്ങളെങ്ങനെ പ്രിപ്പയർ ചെയ്തത് കമൻറ്റ് ചെയ്യുക. കാരണം കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം അത് കമൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഏതൊക്കെയാണ് ബുക്ക് യൂസ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് എല്ലാവരും കമൻറ്റ്സൊക്കെ എല്ലാവരും വായിക്കുന്നതായിരിക്കുമല്ലോ. അപ്പം അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ, എനിക്കും ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. ഞാനും പഠിക്കണ്ടേ. ഞാനും ഇവിടുന്ന് സ്പീക്കിങ് എൻ്റെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്പീക്കിങ്ങിന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് റൈറ്റിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും. റൈറ്റിങ്ങിൻ്റെ ഓക്കെ, ഷ്രൈബൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഇൻഫോർമേഷൻസ് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എല്ലാവരും പറയുന്ന പോലെ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഓക്കെ. കാരണം ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. ഓക്കെ, ബൈ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.